മലയാളം പോലൊരു കൊച്ചു ഇൻഡസ്ട്രിക്ക് 100 കോടി എന്നത് സ്വപ്നകാലത്തെ നിന്ന് ഇപ്പോൾ തുടർച്ചയായി 100 കോടി കളക്ഷൻ കൊണ്ട് മറ്റ് ഇൻഡസ്ട്രികൾക്കൊപ്പം തലയുയർത്തി നിൽക്കുകയാണ്. അതിനേക്കാൾ അപ്പുറം കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടാൻ മാത്രം മലയാള സിനിമ വളരുകയും ചെയ്തു. കളക്ഷൻ റെക്കോർഡ് ഓരോന്നായി സൃഷ്ടിക്കുകയും അത് സ്വയം തിരുത്തുകയും ചെയ്ത മലയാള സിനിമയെ ഞെട്ടിക്കുന്ന മോഹൻലാലാണ് ഈ റെക്കോർഡ് ആദ്യമായി നേടിയത്. തുടരും എന്ന ചിത്രത്തിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടിയ തൻ്റെ താരസിംഹാസനം വീണ്ടെടുത്തിരുന്നു. ഈ റിക്കോർഡ് ആരും തകർക്കില്ലെന്ന് കരുതിയപ്പോഴാണ് ലോക ചാപ്റ്റർ 1 ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത്. ഇപ്പോഴിതാ തുടരിൻ്റെ ഒന്നാം വാർഷികത്തിൽ അന്ന് ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ മറ്റൊരു ചിത്രം മറികടന്നിരിക്കുകയാണ്. പുതുമുഖങ്ങളെ അണിനിർത്തി നവാഗത സംവിധായകൻ സബിൻസ അണിയിച്ചൊരുക്കിയ വാഴ 2 കേരളത്തിൽ നിന്ന് മാത്രം 119 കോടി നേടിക്കഴിഞ്ഞു. തുടരും നേടിയ 118 കോടിയെ മറികടന്നാണ് വാഴയുടെ ഈ തൂക്കൽ. മോഹൻലാലിനല്ലാതെ മറ്റാർക്കും ഈ റെക്കോർഡ് മറികടക്കാൻ പ്രയാസകരമാകുമെന്ന് ആരാധകർ അവകാശപ്പെട്ട് ഒരു വർഷമാകും മുമ്പ് 2 വട്ടമാണ് ഈ കളക്ഷൻ മറികടന്നത്. സ്റ്റാർഡത്തിനപ്പുറം കണ്ടന്റാണ് മോളിവുഡിലെ രാജാവെന്ന് തെളിയിക്കുകയാണ് ഈ രണ്ട് സിനിമയിലും വിജയം സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നു. തുടർ പ്രചാരണങ്ങളിൽപ്പെട്ട് മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് പവർ ചോദ്യം ചെയ്യുമ്പോഴാണ് തുടർച്ചയായ 2 ചിത്രങ്ങൾ 200 കോടി നേടി മോഹൻലാൽ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചത്. അതിൽ തുടരും മോഹൻലാൽ ആരാധകർക്ക് സർപ്രൈസ് ട്രീറ്റ് ആയിരുന്നു. മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിച്ച ചിത്രമായിരുന്നു തുടരും. അതേസമയം മോഹൻലാലിൻ്റെ സ്റ്റാർഡം എത്രമാത്രം വലുതാണെന്ന് പറയുന്ന പോസ്റ്റുകളും ശ്രദ്ധ നേടുന്നു. പുലിമുരുകൻ കേരളത്തിൽ നിന്ന് നേടി 84 കോടി എന്ന കളക്ഷൻ വെറും 4 കോടിയുടെ മാർജിനാണ് 2018 മറികടന്നത്. എന്നാൽ 2018 30 കോടി വ്യത്യാസത്തിൽ തുടരും മറികടന്നു എന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു. 3 കോടിയുടെ വ്യത്യാസത്തിനാണ് തുടരുമിനെ മറികടന്ന ലോക ഇൻഡസ്ട്രി ഹിറ്റായത്. വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റ് ആകുമ്പോഴേക്ക് 3-4 കോടിയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാകുകയുള്ളെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നു.